ആരംഭിക്കണമെന്ന ചർച്ച സജീവമായതോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജില്ല. വികസന കാര്യങ്ങളിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴയിൽ എയിംസ് വേണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. മെഡിക്കൽ സൗകര്യങ്ങൾ കുറവുള്ള ആലപ്പുഴയിൽ എയിംസ് അനിവാര്യമാണെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിട്ടുണ്ട്. മാത്രമല്ല 3 ദിവസങ്ങൾക്ക് മുൻപ് KC വേണുഗോപാൽ അടക്കം സമൂഹമാധ്യമങ്ങളിൽ പറഞ്ഞത് കൂടുതൽ ആരോഗ്യ പരിരക്ഷ വേണ്ട ഒരു ജില്ലയാണ് ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴയിൽ എയിംസ് വേണം, അതിന് മുഖ്യമന്ത്രി തന്നെ വ്യക്തിപരമായി മുൻകൈ എടുക്കണം എന്നെല്ലാം KC വേണുഗോപാലും പ്രതികരിച്ചിരുന്നു. അപ്പോൾ ശരത് SS നൽകും ആലപ്പുഴയിൽ നിന്നും ചേരുകയാണ്. ശരത്ത്, ആലപ്പുഴക്കാർ ഇതിപ്പോൾ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. കേന്ദ്രമന്ത്രി പറയുന്നു, കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ പറയുന്നു ഇത് ഇപ്പൊ കിട്ടുമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമുക്കറിയാമല്ലോ 11 വർഷമായി ഇത് തന്നെയാണ്, ഈ കഥ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ പാർലമെന്റിലടക്കം പല ഉറപ്പുകൾ കിട്ടിയിട്ടും കേന്ദ്രം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു വിഷമം ജില്ലക്കാർക്കുണ്ടോ? മാത്രമല്ല ഇത്രയധികം നേതാക്കളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയും പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ആലപ്പുഴക്കാർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? റോഷ്നി, ഗുഡ് ഈവനിങ്. അതായത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എയിംസ് ആലപ്പുഴയിലേക്ക് വരണമെന്ന ചർച്ച സജീവമായതോടുകൂടി തന്നെ ആലപ്പുഴയുടെ ആരോഗ്യ വികസന സ്വപ്നങ്ങൾക്ക് അതൊരു ചിറകു നൽകുകയാണ് എന്ന് വേണം പറയാൻ. കാരണം ഇതിപ്പോൾ ആലപ്പുഴയിൽ ഒന്നടങ്കം വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരടക്കം ഈ വിഷയം ഏറ്റെടുത്ത് ഇതിന്റെ പ്രാധാന്യവും വിവിധ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇവിടെ എയിംസ് വന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വലിയ ചർച്ച ഇതിനകം തന്നെ ആലപ്പുഴയിൽ മാറിയിരിക്കുന്നു. ഒപ്പം രാഷ്ട്രീയ നേതാക്കളടക്കം ഇതിനുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുന്നു. നേരെ സൂചിപ്പിച്ചതുപോലെ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളടക്കം എയിംസ് ആലപ്പുഴയിൽ എത്തേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആലപ്പുഴ എന്നുള്ളത് ഒരു തീരദേശ ജില്ലയാണ്. ഈ ജലജന്യ രോഗങ്ങളടക്കം കൂടുതലായി ഉള്ള ജില്ലയാണ്. മാത്രമല്ല പകർച്ചവ്യാധി പലപ്പോഴും ആലപ്പുഴയെ പ്രതിസന്ധിയിലാക്കിയതാണ്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ആലപ്പുഴയിൽ എയിംസ് പോലെയുള്ള മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ നൽകുന്ന ഒരു സംവിധാനം ആലപ്പുഴയിൽ എത്തിയാൽ അത് തീർച്ചയായും ആലപ്പുഴയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ കൂടി വികസനത്തിന് അത് മുന്നേറ്റം നൽകുമെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ സുരേഷ് ഗോപി സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 13 ജില്ലകളെ സംബന്ധിച്ച് വെച്ച് നോക്കുമ്പോൾ ആലപ്പുഴയാണ് ഇത്തരം വികസനത്തിൽ പുറകിലെന്നുള്ളതാണ് സുരേഷ് ഗോപി മുന്നോട്ട് വെച്ച ചർച്ച. പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നത് ആരോഗ്യ മേഖലയിൽ ആലപ്പുഴയുടെ ഈ എയിംസ് വരേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ വിവിധ ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം നിരവധി സ്ഥലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പള്ളിപ്പുറത്തെ ഇൻഫോ പാർക്കിന്റെ സ്ഥലം എയിംസിനായി ഉപയോഗിക്കാമെന്നുള്ള ചർച്ചകൾ വരുന്നു. ഒപ്പം പുറക്കാട് പാടശേഖരം നേരത്തെ ഗാന്ധി സ്മൃതിവനമായി ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. അവിടെ ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണ്. ആ ഏക്കർ കണക്കിനുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിൽ എയിംസിനായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒപ്പം കായംകുളത്തെ NTPCയുടെ സ്ഥലം, അങ്ങനെ വിവിധ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ച് എയിംസ് ഇവിടങ്ങളിൽ വന്നാൽ ഗുണപരമാകുമെന്ന ചർച്ചകൾ ഇതിനകം തന്നെ ആലപ്പുഴയിൽ സജീവമായി മാറിയിരിക്കുന്നു.